എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇലക്ഷൻ്റെ ചൂടിലാണ് എല്ലാവരും, അതുപോലെ തന്നെ ചൂടും നല്ല കൂടുതലാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ വിചാരിച്ചൊരു പാർട്ടി വാല ക്യാറ്റിനെ പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ പാർട്ടിക്കാരനായ ക്യാറ്റ്. അത് പാർട്ടി എന്ന് പറഞ്ഞാൽ സമാജ്വാദി പാർട്ടി. എങ്ങനെയാണ് അതിന് പാർട്ടി വാല ക്യാറ്റിന് പേര് വന്നത്, എങ്ങനെയാണ് സമാജ്വാദി പാർട്ടിക്കാരനായെന്നൊക്കെ പറയാം. സമാജ്വാദി പാർട്ടി നമ്മുടെ കേരളത്തിലുള്ളൊന്നുമില്ല, അങ്ങ് ഉത്തർപ്രദേശിലുള്ള പാർട്ടിയാണ്. അപ്പം അതെങ്ങനെ ഈ പാർട്ടിക്കാരനാണെന്ന് രസകരമായ കഥയാണ് അത് പറയാം. ഈ പേരെങ്ങനെ കിട്ടിയെന്ന് 2023 ഈ പൂച്ച നമ്മുടെ വീട്ടിൽ വന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വീട്ടിൽ ബബ്ലോ എന്നൊരു പൂച്ച ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ പെൺപൂച്ചക്കാണെന്ന് ഈ പൂച്ച വന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബബ്ലോ എന്നൊരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ച അനിയനാണ് ഞങ്ങൾ ആദ്യം ഇവനെ വിളിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് ഇവനാണ് അവനേക്കാളും പ്രായമുള്ള. അപ്പോൾ ഇവൻ അനിയൻ എന്ന പേരിട്ട്. അപ്പോൾ അനിയനെ വിളിച്ചിട്ട് പിന്നെ അനിയൻ്റെ പേര് ഹരിയനാക്കി. ഹരിയനെ വിളിക്കാൻ ഞാൻ തുടങ്ങി. പിന്നെ ഹരിയൻ്റെ പേരിനെ ഹരിയൻ സമാജ്വാദി പാർട്ടിനാക്കി. ഞങ്ങൾ പണ്ട് ഉത്തർപ്രദേശിൽ താമസിച്ചപ്പം ഇവിടെ ബഹുജൻ സമാജ്വാദി പാർട്ടി ഉണ്ടായിരുന്നു. അത് അച്ഛനും അമ്മയൊക്കെ പറയുമല്ലോ. അപ്പോൾ അങ്ങനെ ഹരിയെന്ന് വിളിച്ചിട്ട് ഹരിയൻ സമാജ്വാദി പാർട്ടിന്ന് വിളിച്ചു. അങ്ങനെയാണ് ഇവന് സമാജ്വാദി പാർട്ടിയെ പേര് കിട്ടിയത്. പിന്നെ അവനെ പാർട്ടി വാല ക്യാറ്റ് വാല പാർട്ടി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവനൊരു പാർട്ടിക്കാരൻ്റെ സ്വഭാവമുണ്ട്. ഇത് വലിയൊരു ഏരിയയൊക്കെ ഇവൻ്റെ സ്വന്തമാക്കിക്കണം. ഇപ്പം അടുത്ത വീട്ടുകളിലെ ആൾക്കാരൊക്കെ ആൺപൂച്ചയൊക്കെ കൊണ്ടുവരുമ്പോൾ അവരെ എല്ലാവരും ഇവനെ ഓടിച്ച് വിടും. അവർക്കെല്ലാവർക്കും ഇവനെ പേടിയാണ്. അങ്ങനെ വലിയൊരു ഏരിയയുടെ ഭരണം ഇവൻ്റെ ഭരണമാണ് ഈ ഫുൾ ഏരിയയിൽ. അങ്ങനെ ശരിക്കും ഒരു പാർട്ടിക്കാരൻ്റെ സ്വഭാവമുണ്ട്. ഭയങ്കര ചുണയുള്ള പൂച്ചയാണ്. മറ്റേ പൂച്ചയൊക്കെ ഓടിച്ച് വിടും. അങ്ങനെയാണ് ഇവൻ പാർട്ടി വാല ക്യാറ്റിന് ഞാൻ പേരിട്ടിരിക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ സമയത്ത് ഈ പാർട്ടിക്കാരനായ പൂച്ച പാർട്ടിക്കാരനെ പോലെ നല്ല വലിയൊരു ഏരിയ സ്വന്തമാക്കിയ ഭരണം സ്വന്തമാക്കിയ പൂച്ച ഇഷ്ടമാക്കി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ്.